വർഗീയതയുടെ, വിഭാഗീയതയുടെ വിഷം സമൂഹത്തിൽ കലർത്തി മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ മനുഷ്യരെ ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് അവർ ശ്രമിക്കുന്നത്. അതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഗോരക്ഷയുടെ പേരിൽ, ഇഷ്ടഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവർ രാജ്യത്ത് നിരന്തരം ആക്രമിക്കപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുന്നു. അടുത്തിടെ മതപരിവർത്തനം ആരോപിച്ച് പാവപ്പെട്ട കന്യാസ്ത്രീമാരെ വേട്ടയാടിയതും നാം കണ്ടു. പള്ളികളും മസ്ജിദുകളും ഭരണകൂടി ഒത്താശയോടെ ആക്രമിക്കപ്പെടുന്നതും നാം കാണുന്നു. എത്ര ഭീകരമാണ് ഈ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുക. ഏത് മതത്തിലും വിശ്വസിക്കാനും ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. ആ ഭരണഘടനയെ സംരക്ഷിക്കാൻ ചുമതലപ്പെട്ടവരുടെ നേതൃത്വത്തിലാണ് ഇത്തരം മനുഷ്യത്വഹീനമായ നടപടികൾ അരങ്ങേറുന്നത് എന്നത് ഓർക്കേണ്ടതാണ്. ഇത്തരം പ്രതിലോമകരമായ ഒരു സംഭവവും നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ ഉണ്ടാകുന്നില്ല. ഇവിടെയാണ് കേരളം വേറിട്ട് നിൽക്കുന്നത്. ഇവിടെ ക്ഷേത്രോത്സവങ്ങളും പള്ളിപ്പെരുന്നാളും ഉറൂസുമൊന്നും വേറിട്ട ദ്വീപുകളല്ല, മറിച്ച് ഒരു തുണിയിലെ നൂലുകളാണവ. പള്ളിമുറ്റത്ത് പൊങ്കാലയിടുന്നതും ക്ഷേത്രമുറ്റത്ത് നോമ്പുതുറ നടക്കുന്നതും കേരളത്തിൽ മാത്രമാണ്. കേരളത്തിൻ്റെ മതനിരപേക്ഷ സാമൂഹ്യ പരിസരത്തിൻ്റെ അടയാളമാണിത്. ഇവിടെ നിലനിൽക്കുന്ന ഇടതുപക്ഷ സാംസ്കാരികതയുടെ കരുത്തുമാണിത്.